മൺസൂൺ ഇടുക്കി യാത്രയുടെ തുടർച്ചയായ എപ്പിസോഡാണിത്. ഇതിന്റെ മുമ്പത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആനയിറങ്ങൽ ഡാമിൽ നിന്നും അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാണ്. റൈറ്റ് സൈഡിൽ കണ്ട കളർഫുൾ ആയിട്ടൊരു അമ്പലം, പച്ച മഞ്ഞ ചുവപ്പ്. ഇവിടെ തമിഴ് വംശജരുണ്ടെന്ന് തോന്നുന്നല്ലോ. വന്ന റൂട്ടിൽ ഒരു വീട് കണ്ടപ്പോൾ നിർത്തിയതാ. നല്ല ഫോട്ടോജനിക് ആയിട്ടൊരു വീട് കേട്ടോ. ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇടാവേ. എനിക്ക് ഇതിനുള്ളിലേക്ക് കയറി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ ഓടിക്കുമോ എന്നുള്ള പേടി കാരണം അങ്ങോട്ട് പോകുന്നില്ല. എനിക്ക് എന്താ വിഷ്വല് ഇവിടെ താമസിക്കുന്നവർ. ഇത് മരത്തിൻ്റെ കേട്ടോ. മരം കല്ല്, ഇത് കല്ലിൻ്റെ ഭാഗം, അത് മരത്തിൻ്റെ ഭാഗമൊക്കെയാണ്. അവിടെ തൊട്ട് മുമ്പിൽ മല, ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക്. ഓഫ്, സെറ്റായിരിക്കും. വീടിൻ്റെ മുമ്പിൽ വഴിയുണ്ട്. അപ്പോൾ ഇതിലേ കൂടെ ഒന്ന് പോയി നോക്കിയേക്കാം. വീടിൻ്റെ സൈഡിലെ വ്യൂ മാത്രമല്ലേ കണ്ടുള്ളൂ. ഫ്രണ്ട് വ്യൂ കൂടെ കിട്ടുമോ നോക്കട്ടെ. ഓടെ മോനെ, ഇത് ഫ്രണ്ടിൽ ഗ്രൗണ്ട്, മരം. ഇത് വീടല്ലേ, എന്തോ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. അത് വീടെല്ലാം തോന്നും കേട്ടോ. എസ്റ്റേറ്റിൻ്റെ എന്തോ ഓഫീസോ കാര്യങ്ങളെന്തോ ഉണ്ട്. അവിടെ എന്തോ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രൈവർ മാറി. ഇനി ജിയോയാണ് കുറച്ച് നേരം ഓടിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലെല്ലാം നടന്നു കഴിഞ്ഞാൽ നല്ല, എവിടെ നോക്കിയാലും ക്യാമറ വെക്കാൻ പറ്റിയ സ്പോട്ടുകളാണ്. നേരത്തെ നടന്നു വന്ന് ഇവിടം വരെ കേട്ടോ. അതിലാണ് നമ്മൾ നടന്നു വന്നത്. അപ്പോൾ കണ്ടില്ലേ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ മീൻ പിടിക്കുന്നവർ കണ്ടില്ല, അതല്ല അവിടെ മീൻ പിടിക്കുന്നു. അതാണ് നമ്മുടെ ആനയിറങ്ങൽ ഡാം. ഡാമിൻ്റെ കിടിലം വ്യൂ കിട്ടുന്ന ഒരു ഏരിയയും കൂടെ കേട്ടോ. വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ശോകമാണ്. നമ്മൾ നേരത്തെ കണ്ട സ്പോട്ടിലെത്തി. 50 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ഇവിടെ ഒരു സുവനീറിൻ്റെ ഷോപ്പ്, പിന്നെ ചോക്ലേറ്റും കാര്യങ്ങളും കാപ്പിപ്പൊടിയൊക്കെ ഉണ്ട്. കാറ്റ് വരുന്നുണ്ട് കേട്ടോ. ആരുമില്ല, പക്ഷെ വൈബ് പ്ലേസാണ്. എന്താണ് നിൻ്റെ പ്രശ്നം? ഇപ്പം പകുതി കണ്ണൊക്കെ അടച്ച് നോക്കുന്നത്. പുറകെ വരണ്ട. ഇതിലിപ്പോൾ ഡാമിൻ്റെ അകത്തൂടെ നടക്കുന്നുണ്ട് ആൾക്കാർ. കൊള്ളാം. പാർക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അവിടെ ചെറിയൊരു ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. രസമുണ്ട്. പിള്ളേർക്ക് കളിക്കാനും ഇരിക്കാനൊക്കെ പറ്റിയ സ്പോട്ടുകളാണ്. നല്ല രസമില്ലേ? ഇത് ഒറിജിനൽ തന്നെ കേട്ടോ. ഒറിജിനൽ സാധനം ഇത്. ഇവിടേക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ. അവിടെ ഡാമിൻ്റെ റിസർവോയർ, പെഡൽ ബോട്ടൊക്കെ ഉണ്ടല്ലേ. ഇവിടെ തന്നെ പെഡൽ ബോട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നതെന്ന് തോന്നുന്നു. കമ്പിവേലി കണ്ടല്ലോ. ഇങ്ങോട്ട് ആന വരുന്നതായിരിക്കുമോ? ഏയ്, ഡാമിൻ്റെ റിസർവോയറാണ്. നടുക്ക് ഒരു കുളം പോലെ. ഇവിടെ എല്ലാം വെള്ളം ഇറങ്ങിയിട്ട് ഇവർ ഇതിന് മുമ്പ് വന്നപ്പോൾ കണ്ട സിറ്റുവേഷൻ ആട്ടോ ഇത്. ഓ, ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നോ? അത് ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്ന കേട്ടോ ഇതിന് മുമ്പ് ഇവന്മാർ വന്നപ്പോൾ. ഇപ്പൊ അടിയിൽ ഇച്ചിരി വെള്ളം മാത്രം. ലൊക്കേഷൻ സെറ്റാട്ടോ. സെറ്റപ്പ് കൊള്ളാല്ലേ. ഒരു ടീമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അടിച്ചു പൊളിക്കാം. കൊട്ടവഞ്ചി സഫാരിയൊക്കെ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് സാധനങ്ങൾ മൊത്തം അതിൽ കിടപ്പുണ്ട് കേട്ടോ. ഈ ബോട്ടല്ല, തോണിയും കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ. കോട പോകുന്ന നോക്കി. അപ്പോൾ ഇനിയും നമുക്ക് ഇടുക്കിയിൽ കുറേ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ കാണുന്ന പഴത്തോട്ടം, അങ്ങനെ കുറേ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളല്ലാതെ കുറേ ലോക്കൽ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ലോക്കൽ ഏരിയാസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ ത്രൂ പോയാലൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ല, അങ്ങനെ കുറേ വീഡിയോസ് നമുക്കിനി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ ആയിരുന്നു നിന്നെ നടന്ന് ഡാമിൻ്റെ നടുക്കെത്തി. ഇതാണ് ശരിക്ക് നടുഭാഗമായിട്ട് വരുന്ന ഈ ഒരു റീജിയനാണ് കേട്ടോ. പിന്നെ വെള്ളം കെട്ടി കിടക്കുന്ന ഇത്രയും പോർഷൻ മാത്രമേ ഉള്ളൂ. കാറ്റടിച്ചിട്ട് പറയുന്ന പോലും കേൾക്കുന്നില്ല. ഫുള്ള് പച്ചപ്പ്. ബേക്കിൽ കൂടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടാകും. കുറേ വണ്ടിയിൽ ഇവിടെ ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. നടന്ന് ജിയോ ജമ്പ് നടന്ന് ഞങ്ങൾ ഡാമിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നെത്തി. ഇതിലിങ്ങനെ വഴി കിടക്കുന്നുണ്ട്. ഇതിലെങ്ങനെ നടക്കാം. അവിടെയൊക്കെ വെയിലാവാൻ തുടങ്ങി കേട്ടോ. അവിടെയൊക്കെ വെയിലടിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുവാണ്. അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അടുത്ത എവിടെയാടാ? ചതുരംഗപ്പാറ. കാറ്റാടി മരം കാണാൻ വേണ്ടി പോവാണ്. എന്തായാലും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് കാറ്റാടി മരം നല്ലോണം കറങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. സ്റ്റഡീസിൻ്റെ വേറൊരു ഉല്ലാസോസ് കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ നിർത്തി. ഇതാണ് ശരിക്കും ആനയിറങ്കൽ ഡാമിൻ്റെ മെയിൻ ഒരു വ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പോയത് ഈ റൂട്ടിൽ കൂടെ കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ നിർത്തിയിട്ട് അതിലങ്ങ് നടക്കുക ചെയ്ത്. ഇതാണ് മെയിൻ വ്യൂ പോയിന്റ് വരുന്നത്. അവിടെ വെയിലായിട്ടുണ്ട്. മഴയെല്ലാം കുറഞ്ഞു, വെയിലായി. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്.
അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നതിന് അടിപൊളിയാണ്. പക്ഷെ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് ഇന്നലെ തൊട്ട് പോയതാണ്. അപ്പോൾ ഞാൻ അവിടെ ചാർജിനൊക്കെ ഇടാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്കും കറണ്ട് ഇല്ലെന്നാണ് പറഞ്ഞത്. സോ ഫോണിൻ്റെ ചാർജൊക്കെ ഓൾമോസ്റ്റ് കുറച്ച് തീരാനായി. റോട്ടിൽ കൂടെ നേരെ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. നേരെ പോയി ആദ്യം പൂപ്പാറ, പിന്നെ അവിടുന്ന് ചതുരംഗപ്പാറയിൽ പോയിട്ട് നമുക്ക് കാഴ്ചകളാണ് കേട്ടോ വ്യൂ വരുന്നത്. പൂപ്പാറ എത്തി. പൂപ്പാറന്ന് ഫുഡ് അടിച്ചു. ഫോണില് ചാർജ് കുറവായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ നിന്ന് തന്നെ കുറച്ച് നേരം കുത്തിയിട്ട് കുറച്ചൊന്ന് ചാർജ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 12 കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. എന്തു മരമല്ലേ ഇത്. ഇതിപ്പോ നമ്മൾ ചതുരംഗപ്പാറയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. കാറ്റാടുകളൊക്കെ ഉണ്ട്, കാറ്റാടുകൾ കറങ്ങുന്നുണ്ട്. എത്തി സ്പോട്ടെത്തി ഗൈസ്. ഇനി ഇവിടെ എന്തിനാ ജീപ്പ് ഇട്ടേക്കുന്നെന്ന് ഞാൻ മനസ്സിലാകാത്ത. ഇനി ജീപ്പിനെ പോകാൻ പറ്റുള്ളൂ? ഇല്ലല്ല, നടക്കാം. അങ്ങനെ ചതുരംഗപ്പാറയിലെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.